എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഈ ആഴ്ച മുഴുവനും കർത്താവ് നമുക്ക് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. കർത്താവ് നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നന്ദിയുള്ളൊരു ഹൃദയത്തോടെ നമുക്ക് ഈ ദിവസം തന്നെ ആരംഭിക്കാം. മാത്രമല്ല, ഒരാഴ്ചയുടെ അവസാന ദിവസങ്ങളിലൊക്കെ ഒത്തിരി നന്ദി പറയാൻ കർത്താവേ നീ എനിക്ക് ദിവസങ്ങൾ തന്നു, സമയം തന്നു, ആരോഗ്യം തന്നു, എല്ലാറ്റിനും നന്ദി പറയുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് സമയത്തെക്കുറിച്ച് ഞാനിങ്ങനെയാണ് വായിച്ചിരിക്കുന്നത്. സമയം ഫ്രീ ആണ്, എന്നാൽ അത് വിലമതിക്കാൻ കഴിയാത്തതാണ്. നമുക്കത് സ്വന്തമാക്കാൻ കഴിയില്ല, എന്നാൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. സമയം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല, എന്നാൽ നമുക്ക് അത് ഉപയോഗിക്കാനും ചെലവഴിക്കാനും കഴിയും. ഒരിക്കലത് നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും തിരിച്ചു വരുന്നില്ല. അതാണ് സമയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്നാൽ യോവേൽ പ്രവചനത്തിൽ പറയുന്നു, പച്ചപ്പുഴുവും തുള്ളനും വിട്ടിലും വെട്ടുക്കിളിയും കുത്തിക്കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഞാൻ മടക്കിത്തരും. അതിൻ്റെ അർത്ഥം കർത്താവിന് പഴയ സമയം വരെ മടക്കി തരാൻ കഴിയുമെന്ന്. അതായത് നമ്മുടെ ബാല്യം മടക്കി തരാൻ കഴിയുമെന്ന്, നമ്മുടെ യൗവനം മടക്കി തരാൻ കഴിയുമെന്ന്. അതായത് വിവാഹം കഴിച്ചു, 50 വർഷമായി ഒരുമിച്ച് ജീവിക്കുന്നു. ആ യൗവനകാലത്തുണ്ടായിരുന്ന കുടുംബജീവിതത്തിലെ സന്തോഷമില്ലേ, ആ സന്തോഷം 50ാമത്തെ വിവാഹ വാർഷിക സമയത്തും തിരിച്ചു തരാൻ കഴിയുമെന്ന് ഞാനതിനെ ഒന്ന് വ്യാഖ്യാനിച്ചതാണ്. അതേ സന്തോഷം, നിങ്ങളുടെ വിവാഹ നാളിലെ സന്തോഷം ഇന്ന് പലതും നഷ്ടപ്പെട്ടു. അപ്പൻ്റെ കൂടെ അപ്പൻ്റെ പക്ഷം ചേർന്ന മക്കളും അമ്മയുടെ പക്ഷം നിൽക്കുന്ന മക്കളും ഒരു ഫുട്ബോൾ കോർട്ട് പോലെയായി. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വാശിക്ക് ഗോളടിക്കുന്ന ഒരു ടീമായിട്ട്, 2 ടീമായിട്ട് മാറി. ചില വീടുകളിൽ ഒന്ന് അർജന്റീനയും അടുത്തത് ബ്രസീലുമായിട്ട് മാറി. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. എന്നാൽ അതെല്ലാം മാറ്റി തിരിച്ചു പിടിക്കുന്ന ആരംഭകാലത്തുള്ള അതേ ആനന്ദം, അതേ സന്തോഷം, അതേ സ്വർഗീയമായ അനുഭവങ്ങൾ, ഇതെല്ലാം തിരിച്ചു തരാൻ ആർക്കെങ്കിലും കഴിയുമോ? കർത്താവിന് കഴിയുമെന്ന് യോവേൽ പ്രവചനത്തിൽ പറയുന്നു. കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം തരാമെന്ന്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നൽകി തരാമെന്ന്. അതൊരു വീടിനേക്കാൾ വലുതാണ് സന്തോഷം. ഒരു ദേശം മുഴുവനും നമുക്ക് കിട്ടിയാലും നമുക്ക് സന്തോഷം കിട്ടണമെന്നില്ല. സന്തോഷം കിട്ടണമെങ്കിൽ അതിന് ചില മൂല്യമേറിയ കാര്യങ്ങളുണ്ട്, ദൈവം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണം. സമാധാനം മൂല്യമേറിയ ഒന്നാണ്. സന്തോഷം, സംതൃപ്തി. കൊട്ടാരം പോലത്തെ വീടുകളിൽ പല രാജ്യങ്ങളിൽ ഞാൻ പാർത്തിട്ടുണ്ട്. എന്നാൽ ആ വീടുകളിലുള്ളവരൊന്നും സംതൃപ്തരല്ല. എന്നാൽ കൊച്ചു വീടുകളിൽ കഴിയുന്നവരുണ്ട്, അവർ വളരെയധികം സംതൃപ്തിയോടെ കഴിയുന്നവരാണ്. ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു ധനവാൻ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ വീടിൻ്റെ അരികിലൂടെ പോകുമ്പോൾ എപ്പോഴും ആ കൊച്ചു കുടിലിൽ നിന്ന് ഭാര്യയും ഭർത്താവും ഭയങ്കരമായിട്ട് സന്തോഷത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു ഉറക്കെ ചിരിക്കുന്നതെല്ലാം അയാൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ മുതലാളി ഇതെല്ലാം കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അസൂയയും തോന്നി കുറച്ച്. അപ്പോൾ ഇവൻ്റെ ഈ സന്തോഷം നിലനിൽക്കുമോ എന്നറിയാൻ അടുത്ത ദിവസം ഒരു കെട്ട് നോട്ട് കൊണ്ടുവന്ന് ഈ ദരിദ്രന് കൊടുത്തു. തൻ്റെ തോട്ടത്തിലെ തൊഴിലാളിയല്ലേ, ഈ പൈസ ഇരിക്കട്ടെ. അയ്യോ മുതലാളി, ഞാൻ ഈ ആയുസ് മുഴുവൻ ജോലി ചെയ്താൽ എനിക്ക് ഇത്രയും പൈസ കിട്ടുമോ? അങ്ങയോട് ഞാൻ വലിയ കടപ്പെട്ടവനാണ്. പിറ്റേ ദിവസം ആ ഓലഷെഡിൻ്റെ അടുത്തുകൂടി പോയപ്പോൾ അവിടെ തർക്കങ്ങളായി. ഈ പൈസ താങ്കൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മുടെ പിള്ളേരുടെ പേരിലിടണ്ടേ?
ഇന്ന കാര്യം നമുക്ക് ചെയ്യാം, ഇല്ല അത് വേണ്ട, ഇത് വേണ്ട, മറ്റത് വേണ്ട, ഇല്ല ഞാൻ സമ്മതിക്കില്ല. മുടിക്ക് കുത്തിപ്പിടിക്കുന്നു, വലിക്കുന്നു. ഓരോ ദിവസം കഴിയുന്നോറും ആ വീട്ടിൽ വഴക്കാണ്, ബഹളമാണ്. ഏറ്റവും ഒടുവിൽ ഈ മനുഷ്യൻ, ദരിദ്രനായ മനുഷ്യൻ, ഈ പൈസ മുതലാളിയുടെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങരുടെ കാൽക്കൽ വെച്ചെന്ന ആ കഥ എന്താണ്? യജമാനെ, ഇത് വേണ്ട, ഇതിനേക്കാൾ വിലയേറിയത് എൻ്റെ വീട്ടിലുണ്ട്, ഇതിനേക്കാൾ വിലയേറിയ കുടുംബജീവിതത്തിലെ സന്തോഷം, ഞങ്ങൾ ഒരുമിച്ചുള്ള ആനന്ദം, ഇതെല്ലാം ഇത് നഷ്ടപ്പെടുത്തി. ഞങ്ങളുടെ നല്ല ഉറക്കം ഇത് നഷ്ടപ്പെടുത്തി. ഞങ്ങളുടെ വീട്ടിലെ സ്വസ്ഥത ഇത് നഷ്ടപ്പെടുത്തി. വേണ്ട. വളരെയധികം കഷ്ടപ്പെടുമ്പോൾ അങ്ങ് തരുന്ന കുറച്ച് പൈസയില്ലേ, അത് മതി. അതിനകത്ത് ഞങ്ങളുടെ വീട്ടിലെല്ലാ സന്തോഷവും ഉണ്ട്. ഇതൊരു കഥയാണെങ്കിലും ഇതിനകത്ത് വലിയൊരു സത്യമുണ്ട്. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അറിയണം. മനുഷ്യർ വലിയ സന്തോഷത്തിന് വേണ്ടി ഓടുമ്പോൾ, വലിയ ഭവനങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ, വലിയ സൗകര്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ അവർ നഷ്ടപ്പെടുത്തുന്നത് യഥാർത്ഥമായ ജീവിതത്തിൻ്റെ മൂല്യമാണ്. നിങ്ങൾക്ക് ആ ഗതികേട് വരരുത്. കർത്താവിലേക്ക് തിരിയുക. നമുക്ക് വീടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവിൽ സന്തോഷിക്കുക. വിയ തമ്പിച്ചാനെയും മറിയാമ്മ തമ്പിയെ എനിക്കറിയാം. രണ്ടുപേരും കർത്താവിൽ നിദ്ര പ്രാപിച്ച് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. അവർക്ക് ചിങ്ങവനത്ത് എല്ലാ സൗകര്യവുമുള്ള ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ധാരാളം ജോലിക്കാരവിടെയുണ്ട്. എങ്കിലും അവർ ആ വീട്ടിനകത്ത് സന്തോഷിച്ചില്ല. മക്കൾക്ക് വേറെ ബംഗ്ലാവ് ഉണ്ടാക്കി കൊടുത്തില്ല. ഇതെല്ലാം അദ്ദേഹം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന സംഘടനയുടെ പേരിലാണ് ഇട്ടിരുന്നത്. അവർക്കായിട്ട് ഒന്നും അവരുണ്ടാക്കിയില്ല. രണ്ടുപേരും കർത്താവിൽ തിരക്കുള്ളവരായിരുന്നു. അവരുടെ സന്തോഷം മുഴുവനും ആത്മാക്കളെ നേടുക. മറിയാമ്മയുടെ സന്തോഷം പുസ്തകം എഴുതുക. വിശ്വാസത്തിൻ്റെ ഒരു അപ്പോസ്തല എന്ന് ധൈര്യമായിട്ട് വിളിക്കാം. കേരളത്തിൽ മലയാളി വീട്ടമ്മമാരിൽ ഒരു ദൈവദാസന്റെ ഭാര്യ എന്ന നിലയിൽ ഇതുപോലെ വിശ്വാസത്തിന് ചുവട് വെച്ച വേറെ ആരുമില്ല. വിയത്തമ്പിച്ചായനെ കുറിച്ച് പറഞ്ഞാൽ സുവിശേഷം ഒരു നിമിഷം കൊണ്ട് ഒരാളെ രക്ഷിക്കണം, ഇതല്ലാതെ മറ്റൊന്നുമില്ല. അതിനുവേണ്ടി എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കും. കയ്യിൽ കിട്ടുന്ന പണം മുഴുവനും സുവിശേഷത്തിന് വേണ്ടി എറിഞ്ഞ വിയത്തമ്പിച്ചായൻ, മറിയാമ്മ തമ്പി, കുട്ടനാട്ടിൽ നിന്ന് എഴുന്നേറ്റ അപ്പോസ്തലൻ, നമുക്ക് നല്ലൊരു മാതൃകയാണ്. എനിക്കറിയില്ല ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൽ എത്ര പേര് ഇതെല്ലാം അറിയുന്നുണ്ടെന്ന്. ഇന്ന് ഈ സമൂഹത്തിലുള്ള പലരും അവരെയൊക്കെ തെറ്റിദ്ധരിച്ച് കാണും. എന്നാൽ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു അപ്പോസ്തലൻ്റെ കുടുംബം, ഭക്തിയുള്ള കുടുംബം, വിശുദ്ധരായ കുടുംബം, കുഞ്ഞുങ്ങളെ നന്നായി മാതൃകപരമായി വളർത്തിയ കുടുംബം. അതുകൊണ്ട് 4 കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ വേലയിൽ ശോഭിക്കുന്നു. അവർ മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ല. എങ്കിലും ഏറ്റവും വലിയ സമ്പാദ്യം യേശുവിനെ അടുത്ത തലമുറയ്ക്ക് കൊടുത്തു. നമുക്കിതെല്ലാം പഠിക്കാൻ ഒത്തിരി പാഠമായിരിക്കട്ടെ. തമ്പിച്ചാൻ്റെ അനുഭവങ്ങൾ ചേർത്ത് ചില കാര്യങ്ങൾ എഴുതണമെന്ന് കുറേ കാലമായിട്ട് എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഇതുവരെ നടന്നില്ല. ഞാനിതുവരെ ഒരു പുസ്തകം എഴുതിയില്ല. പലതും എഴുതണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ എഴുതുകയാണെങ്കിൽ ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ രീതിയിൽ തരുവാൻ ഞങ്ങൾക്ക് കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം 10-ാം അധ്യായം കഴിഞ്ഞ ദിവസം വായിച്ചത്. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? 15-ാം വാക്യം, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നു. ഏറ്റവും മൂല്യമുള്ളത് സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് അവൻ്റെ ആത്മാവിനെ അവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ ഈ ജഡത്തിൽ ഉണ്ടാക്കിയതെല്ലാം ആർക്കാണ്? കുറേയുണ്ട്, ഒത്തിരിയുണ്ട്. തിരുവല്ലയിൽ തന്നെ പല ബാങ്കുകളിലും വിശ്വാസികളുടെ പൈസ അവർ ബാങ്കിലിട്ടത് മക്കളോട് പോലും പറയാൻ മറന്നുപോയി. പെട്ടെന്ന് മരിക്കുമെന്ന് വിചാരിച്ചില്ല.
അങ്ങനെ ആരുമില്ലാതെ കിടക്കുന്ന ഏകദേശം 100 കോടി അടുത്തുണ്ടെന്ന് കേട്ടു. അതൊക്കെ ചിലപ്പോൾ റിസർവ് ബാങ്കിനൊക്കെ തിരിച്ചു പോവുകയായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിച്ചിരുന്നപ്പോൾ അതൊന്നും ചെലവാക്കിയില്ല. കർത്താവ് കൊടുത്ത പൈസയാ, പ്രാർത്ഥനക്കാരുടെ പൈസയാണ്. എല്ലാം നേടി ഭാര്യയെ നാട്ടിലിട്ട്, ഭാര്യ മക്കളെ നാട്ടിലിട്ട് കുവൈറ്റിലും അറേബ്യൻ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിൽ കിടന്നുണ്ടാക്കിയത് കുടുംബജീവിതം പോലെ കളഞ്ഞ് ഭക്ഷണം കഴിക്കാതെ ബാച്ചിലറായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിച്ച് 70 വയസ്സ് വരെ 80 വയസ്സ് വരെ ഉണ്ടാക്കിയതൊക്കെ ഒരു അറ്റാക്ക് വന്നപ്പോൾ തീർന്നു. ആർക്കായി? എന്നാ മണ്ടത്തരമാണ്. ഏറ്റവും വലിയ കാര്യം, ജീവിക്കുമ്പോൾ എല്ലാം അനുഭവിച്ച് ജീവിക്കുക. കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ ജീവിക്കാൻ കർത്താവ് വഴി തരും. അതായത് നിങ്ങൾക്ക് കിട്ടിയ പൈസയുടെ നിങ്ങൾക്ക് സേവിങ്സ് വേണം. അതെല്ലാം KSF-യിൽ ചിട്ടിയുണ്ട്, പോസ്റ്റ് ഓഫീസിലുണ്ട്, ബാങ്കിലുണ്ട്, പലയിടത്തുണ്ട്. നല്ലതാണ്. അവിടെ തോട്ടം മേടിച്ചു, ഇവിടെ തോട്ടം മേടിച്ചു. ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ആ തോട്ടത്തിൽ നിന്ന് ഒരു മാവേലൊരു മാങ്ങ പോലും തിന്നുന്നുണ്ടോ? തിന്നുന്നില്ലെങ്കിൽ 10 സെൻറ്റ് മാത്രമുള്ള ഒരാളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മാവിലെ മാങ്ങ അയാൾ പൂളി തിന്നുന്നുണ്ട്. അയാളാണ് നിങ്ങളെക്കാൾ ഭേദം. നിങ്ങൾ വിഡ്ഢിയാണ്, മണ്ടത്തരമാണ് ചെയ്യുന്നത്. ഇടക്ക് കുടുംബമായിട്ട് നിങ്ങളുടെ കയ്യിലെ പണം കൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്നേ. ഞാൻ സ്ഥിരമായിട്ട് പല ദൈവദാസന്മാരോട് പറയാറുണ്ട്, ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് സുവിശേഷ വേലയെന്ന് മാത്രം പറഞ്ഞ് നിങ്ങളുടെ സമയം കളയരുത്. ഇടയ്ക്ക് എവിടെയെങ്കിലും കുടുംബമായിട്ട് പോകും. ഒന്നുകിൽ ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ ആലപ്പുഴ ബീച്ചിലോട്ട് വാ. എന്നിട്ട് അവിടെ എവൻലി ഫീസ്റ്റിലെ തോമസ് ഊട്ടി ബ്രദർ ചെയ്യുന്ന പോലെ ഒരു ബെഡ്ഷീറ്റുമായിട്ട് കോട്ടയത്തുനിന്ന് അവർ കുടുംബമായിട്ട് വന്നിട്ട് ആ ബെഡ്ഷീറ്റ്, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് അങ്ങോട്ട് വിരിച്ച് അതിലങ്ങോട്ട് കിടക്കും എല്ലാവരും കൂടി. എന്നിട്ട് 2-3 പൊതി കപ്പലണ്ടി മേടിക്കും. ഇപ്പം കപ്പലണ്ടിക്ക് ഒരു പൊതിക്ക് 20 രൂപയാണ്. അത് തീരും വരെ അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വാ. അത്രയും ചിലവുള്ളൂ. നിങ്ങൾ ഊട്ടിയിലും പോകണ്ട, കൊടൈക്കനാലിലും പോകണ്ട. നിങ്ങൾ ഒരുമിച്ചിരുന്ന് നിങ്ങളുടെ ബന്ധങ്ങളെ പുതുക്ക്. കർത്താവ് ഇത് തന്നെയാണ് പറയുന്നത്. മാർത്തേ മാർത്തേ, അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് ബന്ധത്തിന് വില കൊടുക്ക്. സുവിശേഷം ബന്ധമാണ് തരുന്നത്. സുവിശേഷം ബന്ധമുണ്ടാക്കുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധം. ഇതുപോലെ തന്നെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അപ്പോൾ കർത്താവുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ ബന്ധങ്ങൾ പോകും, ഇല്ല ബന്ധം വലുതാകും. ഞാൻ യേശുവിനെ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഉടനെ യേശു എന്നോട് പറയും, നിന്റെ ഭാര്യയെ സ്നേഹിക്ക്, നിന്റെ മക്കളെ സ്നേഹിക്ക്, പ്രാർത്ഥനക്കല്ലാതെ പിരിഞ്ഞിരിക്കരുത്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ. കർത്താവിനോട് അടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തോടടുക്കും, നമ്മുടെ മക്കളോടടുക്കും, നമ്മുടെ ബന്ധങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആകും. ചിലരുടെ വിചാരം സുവിശേഷത്തോടടുത്ത് കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും പോകുമെന്നാണ്. സുവിശേഷത്തോടടുക്കുമ്പോൾ ബന്ധം സ്ട്രോങ് ആവും. ആവശ്യമില്ലാത്ത കുറേ ബന്ധങ്ങൾ പോകും. അതായത് ഭാര്യയേക്കാൾ എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ് വലുത്, ആ ബന്ധമൊക്കെ ചിലപ്പോൾ പോയിന്നിരിക്കും. ഭർത്താവിനേക്കാൾ എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, എന്നെ വളർത്തിയത് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഇടക്കിടക്ക് വീട്ടിലോട്ട് പോകുന്ന ഭാര്യ അതിനേക്കാൾ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കും. ശരിയായ ബന്ധത്തിലോട്ട് കർത്താവ് കൊണ്ടുവരും. ആ ബന്ധം വർദ്ധിക്കും. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം, മക്കൾ, ഇതല്ലേ ഒരു ഫാമിലി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവർ. അപ്പോൾ പ്രയോറിറ്റിയിലേക്ക് വരും. 1 ദൈവം, സുവിശേഷം നമുക്ക് പ്രയോറിറ്റി തരും. 2 കുടുംബം, ചർച്ച്, നമ്മെ ദൈവം ഏൽപ്പിച്ച ജോലി, മറ്റുള്ളവരിലാണ് അപ്പനും അമ്മയും ബന്ധങ്ങൾ, രക്തങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ഓർഡർ കിട്ടുന്നത് സുവിശേഷത്തിലേക്ക് വരുമ്പോഴാണ്. ഒരാൾ കർത്താവിലോട്ട് വരുമ്പോൾ കർത്താവ് പറയും,
നിന്റെ ഭാര്യയെ സ്നേഹിക്ക്, നിന്റെ ഭർത്താവിനെ സ്നേഹിക്ക്, നിന്റെ മക്കളെ നന്നായിട്ട് വളർത്ത്. സ്വന്തം കുടുംബത്തെ നന്നായിട്ട് ഭരിക്കാത്തവൻ സഭയെ എങ്ങനെ ഭരിക്കും? അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. സ്വന്തം കുടുംബത്തെ നന്നായിട്ട് ഭരിക്കണമെങ്കിൽ, സ്വന്തം കുടുംബം നന്നാകണമെങ്കിൽ നിങ്ങൾ സുവിശേഷത്തിലോട്ട് വരണം. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ആ വീട് ഒരു സ്വർഗമായി മാറും. അല്ലാതെ കർത്താവ് സ്വാർത്ഥനായിട്ട് നീ എന്നെ സ്നേഹിക്ക് അല്ല. കർത്താവിനോട് അടുക്കുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സുവിശേഷം നിമിത്തം ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ കലവറകൾ തുറക്കുന്നതിനായി സ്തോത്രം. യേശുവേ, അങ്ങയോട് കൂടുതൽ അടുത്ത് ഞങ്ങളുടെ ബന്ധങ്ങളിൽ ജീവൻ പകരുവാൻ, അങ്ങിൽ നിന്ന് പ്രാപിച്ച ദൈവകൃപ ഞങ്ങളുടെ വീടുകളിൽ കൈമാറുവാൻ, സമാധാനവും സ്വസ്ഥതയുമുള്ള വീടുകൾ ആയി ഞങ്ങളുടെ വീടുകൾ തീരുവാൻ എല്ലാം കർത്താവിൻ്റെ കൈകളിൽ ഞങ്ങളെ സമർപ്പിക്കും. പരിശുദ്ധാത്മാവേ, അങ്ങിൽ ഞങ്ങൾ ചാരുന്നു, അങ്ങിൽ ഞങ്ങൾ ബലപ്പെടട്ടെ. ഇത് കേട്ട എല്ലാ വീടുകളിലും വലിയ സ്വസ്ഥതയും വലിയ സമാധാനവും നല്ല കുടുംബ ബന്ധങ്ങളും ഉണ്ടാകട്ടെ. മൂല്യമുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ ആഴ്ചയിൽ കർത്താവിൻ്റെ കൃപ നമ്മെ നടത്തി. നാളെ രാവിലെ 8 മണിക്ക് ഞായറാഴ്ച സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്. കാനഡ യാത്ര അനുഗ്രഹമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ എത്തിച്ചേർന്നു. നമുക്ക് ഒരുമിച്ച് നാളത്തെ സഭായോഗത്തിൽ ഒരുമിച്ച് പങ്കാളികളാകാം. God bless you. Lord, I give you my heart, I give you my soul, I live for you alone. Every breath that I take, every moment I'm awake, Lord, have your way in me. This is my desire. This is my desire to honor you, Lord, with all my heart I worship you. All I have within me, I give you praise. And all that I adore is in you. Lord, I give you my heart, Jesus. Oh, Lord, I give you my heart, I give you my soul, I live for you alone.
ഒരിക്കൽ കൂടി Lord, I give you my heart, I give you my soul. I live for you alone. Every breath that I take, every moment I'm awake, Lord, have your way in me. This is my desire to